നമ്മുടെ വേൾഡ് ഹിസ്റ്ററി അഥവാ ലോക ചരിത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന വന്നിട്ട് മാവോയുടെ പ്രസിദ്ധമായ ലോങ് മാർച്ച് ആരംഭിച്ചത് കിയാങ്സിൽ നിന്നാണ്. രണ്ടാമത്തെ പ്രസ്താവന മാവോ സേതുങ്ങിൻ്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് ആരംഭിച്ചത് 1930 ഒക്ടോബർ 16 മൂന്നാമത്തെ പ്രസ്താവന വിപ്ലവം തോക്കൻ കുഴലിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കിയത് മാവോ സേതുങ്ങാണ്. ഇതിലെ ആൻസർ ഏതെന്ന് വെച്ചാൽ 1, 3 ശരി. ഓക്കെ, 1, 3 ശരി. പ്രസ്താവന 2 തെറ്റാണ്. കാരണം മാവോ സേതുങ്ങിൻ്റെ ലോങ് മാർച്ച് ആരംഭിച്ചത് 1934 ഒക്ടോബർ 16 അല്ലാതെ 30-നല്ല 34-നാണ്. 1934. കുമിന്താങ്ങുകളുടെയും ചിയാങ് കൈഷക്കിനെയും പരാജയപ്പെടുത്തിയ മാവോയുടെ ചുവപ്പ് സേന ചൈനീസ് ജനകീയ റിപ്പബ്ലിക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1949 ഒക്ടോബർ 1. മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സേനയാണ് റെഡ് ആർമി. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് 1789 ജൂലൈ 14. രണ്ടാമത്തെ പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവം തുടക്കമിടാൻ കാരണമായത് കറുപ്പ് യുദ്ധമാണ്. മൂന്നാമത്തെ പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവത്തോടെ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് രാജ്യമായി മാറി. ഇതിൻ്റെ ആൻസർ 1, 3 ശരി. രണ്ടാമത്തെ പ്രസ്താവന ഇതിലും തെറ്റാണ്. കാരണം ബ്രിട്ടീഷ് ചൈന യുദ്ധമാണ് കറുപ്പ് യുദ്ധം. ബ്രിട്ടീഷുകാർ ചൈനയിലാണ് ഈ കറുപ്പ് കടത്തിയത്. അപ്പം ബ്രിട്ടീഷുകാരും ചൈനയായിട്ട് തമ്മിലുള്ള ബന്ധമാണ് കറുപ്പ് യുദ്ധം. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 14 മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. റൂസോയുടെ പ്രസിദ്ധമായ വാക്കാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടെസ്ക്യൂ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ചേരുംപടി ചേർക്കാനാണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചേരുംപടി ചേർക്കുക. ലിസ്റ്റ് 1 പറയുന്നത് രക്തരൂഷിതമായ ഞായറാഴ്ച, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, തുറന്ന വാതിൽ നയം. ലിസ്റ്റ് 2 ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, റഷ്യൻ വിപ്ലവം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുമ്പം അത് റഷ്യൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് എൻ്റെ ആൻസർ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫ്രഞ്ച് റവല്യൂഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അമേരിക്കൻ റവല്യൂഷനാണ്. ഇനി തുറന്ന വാതിൽ നയമാണെങ്കിൽ ചൈനയിൽ നടപ്പിലാക്കിയതാണ്. നമുക്കിതിൻ്റെ കുറച്ച് ഇതുമായിട്ട് കണക്ട് ചെയ്ത പോയിന്റ്സ് നോക്കാം. വിപ്ലവങ്ങളും നേതൃത്വം വഹിച്ചവരും. അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം വഹിച്ചവരാണ് തോമസ് പെയിനും ജോർജ് വാഷിങ്ടണും. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിനാണെങ്കിൽ വോൾട്ടയർ ഉണ്ട്, റൂസോ ഉണ്ട്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിനാണെങ്കിൽ സൈമൺ ബൊളിവർ ഉണ്ട്, ഫ്രാൻസിസ്കോ മിറണ്ട ഉണ്ട്. ഇനി റഷ്യൻ റവല്യൂഷൻ ആണെങ്കിൽ ട്രോസ്കി ഉണ്ട്, കെറൻസ്കി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യങ്ങൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വന്നിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ്, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായ മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച് രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. ക്യാപിറ്റലിസ്റ്റ് ഫോളോ ചെയ്തവർ അമേരിക്കയുടെ നിയന്ത്രണത്തിലുമായി, സോഷ്യലിസ്റ്റ് ഫോളോ ചെയ്തവർ നമ്മുടെ USSRന്റെ കീഴിലുമായി. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ 2 ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നത്. ശീതസമരം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാഡ് ബറൂച്ച് ആണ്. ശീതസമരം എന്ന പുസ്തകം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന മെൻഷേവുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി ആണ്. ബോൾഷേവുകൾക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ്.
മൂന്നാമത്തെ പ്രസ്താവന, റഷ്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് നാഷണൽ പാർലമെന്റ് എന്നാണ്. നാലാമത്തെ പ്രസ്താവന, രക്തരൂക്ഷിത ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. എന്നാൽ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം റഷ്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഡ്യൂമ എന്നാണ്. അതിനാൽ പ്രസ്താവന 3 തെറ്റാണ്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അധികാരം തൊഴിലാളികൾക്ക്, ഭൂമി കൃഷിക്കാർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും.